എല്ലാവർക്കും നമസ്കാരം. ലോകഭൂപടത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു നേർത്ത വര പോലെ കാണുന്ന ഒരിടമുണ്ട്. പേര് ഹോർമുസ് കടലിടുക്ക്. പക്ഷെ ഈ ചെറിയൊരു ജലപാതക്ക് ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശരി, അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. നമുക്ക് നേരെ ഒരു ചോദ്യത്തിലേക്ക് വരാം. ലോകത്തിന്റെ ഏതോ ഒരു കോണിലുള്ള വെറും 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു കടലിടുക്ക്, അത് നിങ്ങളെ, അതായത് നമ്മളെയൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ ഉത്തരം നമ്മൾ വിചാരിക്കുന്നതിലും വളരെ സിമ്പിളാണ്. നിങ്ങൾ വണ്ടിയിലടിക്കുന്ന പെട്രോളിന്റെ വില, നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ചാർജ്, എന്തിനേറെ പറയുന്നു, നമ്മുടെയെല്ലാം സാമ്പത്തിക ഭാവിയെ വരെ സ്വാധീനിക്കാൻ ഈ ഒരൊറ്റ സ്ഥലത്തിന് കഴിയും. അതെങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം. ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഈ ഹോർമുസ് കടലിടുക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്ന് മനസ്സിലാക്കാം. ഇത് പേർഷ്യൻ ഗൾഫിനെ ഒമാൻ ഗൾഫിലേക്കും അവിടുന്ന് അറേബ്യൻ കടലിലേക്കും ബന്ധിപ്പിക്കുന്ന ഒരു ഇടുങ്ങിയ വഴിയാണ്. ഇതിന്റെ ഒരു ഭാഗത്ത് ഇറാനും മറുഭാഗത്ത് ഒമാനും UAE-യുമാണുള്ളത്, ഒരു ഗേറ്റ്വേ പോലെ. വീതിയുടെ കാര്യം പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് വെറും 33 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ അതിലും പ്രധാനപ്പെട്ട കാര്യം, വലിയ കപ്പലുകൾക്ക് പോകാനുള്ള വഴി, അതായത് ഷിപ്പിംഗ് ലൈൻ, 2 ദിശയിലേക്കും കൂടി വെറും 3 കിലോമീറ്റർ വീതമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ കടന്നുപോകുന്ന വഴിക്ക് ഇത്ര ചെറിയ വീതിയേ ഉള്ളൂ. അപ്പോ എന്തുകൊണ്ടാണ് ഈ ഇടുങ്ങിയ വഴിക്ക് ഇത്രയധികം സാമ്പത്തിക പ്രാധാന്യം വരുന്നത്? ഇവിടെയാണ് ചോക്ക് പോയിന്റ് എന്ന വാക്കിന്റെ പ്രസക്തി. ഈ വാക്ക് ഓർത്തുവെക്കണം, കാരണം ഹോർമൂസിനെ മനസ്സിലാക്കാൻ ഇത് അത്യാവശ്യമാണ്. അപ്പോ എന്താണ് ഈ ചോക്ക് പോയിന്റ്? വളരെ സിമ്പിളാണ്. ലോകമെമ്പാടും ചരക്കുകളും എണ്ണയുമൊക്കെ കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട കടൽപാതകളിലെ ചില ഇടുങ്ങിയ ഭാഗങ്ങളുണ്ട്. ഇവയാണ് നമ്മൾ ചോക്ക് പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഇവ അടഞ്ഞാൽ ലോകവ്യാപാരം തന്നെ സ്തംഭിക്കും, അത്രയ്ക്ക് നിർണായകമാണ്. ഈ കണക്കൊന്ന് നോക്കൂ. ലോകം ഒരു ദിവസം ഉപയോഗിക്കുന്ന മൊത്തം എണ്ണയുടെ 1/5, അതായത് ഏകദേശം 20% കടന്നുപോകുന്നത് ഈ ഒരൊറ്റ വഴിയിലൂടെയാണ്. ഒന്നാലോചിച്ചു നോക്കൂ, എത്ര ഭീമമായ അളവാണതെന്ന്. സൗദി അറേബ്യ, ഇറാഖ്, UAE, കുവൈത്ത്, ഇറാൻ, ഈ രാജ്യങ്ങളെല്ലാം അവരുടെ എണ്ണ കയറ്റുമതി ചെയ്യാൻ പ്രധാനമായും ആശ്രയിക്കുന്നത് ഹോർമൂസിനെയാണ്. അതുമാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ LNG കയറ്റുമതിക്കാരായ ഖത്തറിനും ഈ വഴിയില്ലാതെ പറ്റില്ല. ശരി, ഈ എണ്ണയും ഗ്യാസുമൊക്കെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? പ്രധാന ഉപഭോക്താക്കൾ ഏഷ്യൻ രാജ്യങ്ങളാണ്. ചൈന, പിന്നെ നമ്മൾ ഇന്ത്യ, ജപ്പാൻ, സൗത്ത് കൊറിയ. ഈ രാജ്യങ്ങളുടെയെല്ലാം വ്യവസായവും സാമ്പത്തിക വളർച്ചയും ഒരു തരത്തിൽ ഈ കടലിടുക്കിന്റെ കയ്യിലാണെന്ന് പറയാം. നമ്മൾ സാമ്പത്തിക പ്രാധാന്യം കണ്ടു. ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാവുകയാണ്. ഹോർമൂസിന്റെ സൈനികവും രാഷ്ട്രീയമായ പ്രാധാന്യത്തിലേക്ക് നമുക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഈ മേഖല എപ്പോഴും ഒരു സംഘർഷത്തിന്റെ വക്കിൽ നിൽക്കുന്നത്? ഇവിടെയാണ് കളികൾ മാറുന്നത്. ഒരു വശത്ത് ഇറാനുണ്ട്. അവരുടെ കയ്യില് നേവൽ മൈനുകൾ, ചെറിയതും വേഗതയേറിയതുമായ ആക്രമണ ബോട്ടുകൾ, പിന്നെ തീരത്തുനിന്ന് തൊടുക്കാവുന്ന മിസൈലുകൾ. ഇതൊക്കെയാണ് അവരുടെ ശക്തി. മറുവശത്ത് അമേരിക്കയുടെ ശക്തമായ 5ാം കപ്പൽപ്പടയുണ്ട്. അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം ഈ വഴിയിലൂടെയുള്ള കപ്പലുകളുടെ സ്വതന്ത്ര സഞ്ചാരം ഉറപ്പാക്കുക എന്നതാണ്. ഇത് വെറുമൊരു സൈനിക സാന്നിധ്യമല്ല, മറിച്ച് ഈ മേഖലയിലെ അധികാരത്തിനായുള്ള ഒരു വലിയ വടംവലി തന്നെയാണ്. അന്താരാഷ്ട്ര നിയമപ്രകാരം ഇതൊരു പൊതുവഴിയാണ്. അതായത് തീരദേശ രാജ്യങ്ങൾക്ക് യാതൊരു ഭീഷണിയും ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഏത് രാജ്യത്തിന്റെ കപ്പലുകൾക്കും വിമാനങ്ങൾക്കും ഇതുവഴി തടസ്സങ്ങളില്ലാതെ കടന്നുപോകാം. UN സമുദ്ര നിയമ കൺവെൻഷൻ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോ ഈ നിയമത്തിന്റെ വ്യാഖ്യാനത്തെ ചൊല്ലിയാണ് പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെയാണ് ഹോർമുസ് മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്. ഇത് വളരെ നിർണായകമായൊരു പോയിന്റാണ്. ഉദാഹരണത്തിന്, ചെങ്കടലിലോ സൂയസ് കനാലിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ചെലവ് കൂടുമെങ്കിലും കപ്പലുകൾക്ക് ആഫ്രിക്കയെ ചുറ്റി യാത്ര ചെയ്യാം. പക്ഷേ പേർഷ്യൻ ഗൾഫിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഹോർമുസ് അല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അതായത് ശരിക്കും ഒരു പ്ലാൻ ബി ഇല്ല. ശരി, ഈ രാഷ്ട്രീയവും സൈനികവുമായ പിരിമുറുക്കങ്ങൾ എങ്ങനെയാണ് ലോക സമ്പദ്വ്യവസ്ഥയെ ബാധിക്കുക? ഈ വഴി അടഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക? ഒരു ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ ഈ വഴി അടഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ പ്രത്യാഘാതങ്ങൾ? ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ വരും. ആദ്യം വഴി അടയുന്നു,
തൊട്ടടുത്ത നിമിഷം ലോകമെമ്പാടുമുള്ള എണ്ണവില ആകാശത്തേക്ക് കുതിക്കും. കപ്പലുകളുടെ ഇൻഷുറൻസ് ചാർജ് പല മടങ്ങായി വർദ്ധിക്കും. സപ്ലൈ ചെയിനുകൾ, അതായത് ചരക്ക് നീക്കത്തിന്റെ ശൃംഖലകൾ പൊട്ടിത്തകർന്നു പോകും. ഇത് സ്വാഭാവികമായും ലോകമെമ്പാടും വിലക്കയറ്റത്തിന് കാരണമാകും. അവസാനം ആഗോള സാമ്പത്തിക വളർച്ച തന്നെ ഇല്ലാതാകും. കണ്ടില്ലേ, ഒരു ചെറിയ സ്ഥലത്ത് നടക്കുന്ന ഒരു സംഭവം എങ്ങനെയാണ് ഒരു ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്ക് തിരികൊളുത്തുന്നത് എന്ന്? നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ കാര്യം തന്നെ എടുക്കാം. ഇന്ത്യ. നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ 40% കൂടുതൽ വരുന്നത് ഈ ഒരൊറ്റ വഴിയിലൂടെയാണ്. അപ്പോ ഈ വഴിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് നമ്മളെ എത്രത്തോളം സാരമായി ബാധിക്കുമെന്ന് ഊഹിക്കാമല്ലോ. ഇതിന്റെയൊക്കെ ഫലം എന്തായിരിക്കും? നമ്മുടെയൊക്കെ പോക്കറ്റിനെ നേരിട്ട് ബാധിക്കും. പെട്രോള്, ഡീസല്, പാചകവാതകം എല്ലാത്തിനും വില കൂടും. സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ പണപ്പെരുപ്പം വർദ്ധിക്കും. ഫ്ലൈറ്റ് ടിക്കറ്റ് മുതൽ ബസ് ചാർജ് വരെ കൂടും. നമ്മുടെ വ്യവസായങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും. ചുരുക്കി പറഞ്ഞാൽ, അവിടെയുണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നം പോലും നമ്മുടെ അടുക്കളയിൽ വരെയെത്തും. അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഹോർമസ് കടലിടുക്കിന്റെ പ്രാധാന്യം പല തലങ്ങളിലുള്ളതാണ്. അതൊന്ന് ചുരുക്കി പറയാം. അതുകൊണ്ട് ഹോർമസ് വെറുമൊരു കടൽ വഴിയല്ല, അത് ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ ജീവനാഡിയാണ്, ഒരു സൈനിക സംഘർഷഭൂമിയാണ്. അതുപോലെ മിഡിൽ ഈസ്റ്റിലെ സമാധാനവും അസ്വസ്ഥതകളും അളക്കാനുള്ള ഒരു ബാരോമീറ്റർ കൂടിയാണ്. ആഗോള സാമ്പത്തിക സുരക്ഷയുടെ മുഴുവൻ ഭാരവും ഈ ഇടുങ്ങിയ വഴിയിലൂടെയാണ് കടന്നുപോകുന്നത്. അപ്പൊ നമ്മൾ അവസാനം എത്തി നിൽക്കുന്ന ചോദ്യം ഇതാണ്: ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാരപാത അതേസമയം തന്നെ ഏറ്റവും സംഘർഷഭരിതവുമാകുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ചെറിയ തീപ്പൊരി മതി ലോകം മുഴുവൻ അതിന്റെ ചൂടറിയാൻ. ഈ ഒരു ചിന്തയോടെ നമുക്കിതിവിടെ നിർത്താം.